ഇപ്പം യൂട്യൂബ് തുറന്നു പറഞ്ഞാൽ രേണുവിനൊരു സ്വസ്ഥതയെ കൊടുക്കാത്ത കുറേ യൂട്യൂബേഴ്സാണ്. എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ മാത്രം ഇത്രയധികം വേട്ടയാടുന്നത് എനിക്കറിയില്ല. അവരെ എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നത്? അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ, അവരുടെ ഇഷ്ടമാണ് അവരെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അത് കണ്ടിട്ട് അത് സത്യത്തിൽ യൂട്യൂബേഴ്സ് കുറേയധികം മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അവരെന്തെങ്കിലും നല്ല കാര്യം പറയുന്നത് വീഡിയോ ആയിരിക്കും, അതിലെവിടേക്കോ എഡിറ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് കുറേ ക്യാപ്ഷൻ ഉണ്ടാക്കി ആളുകൾ കാണുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി അവരെ ഒരു വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം കുറേ യൂട്യൂബേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? നാളെ നിങ്ങളെയാണ് ഇതുപോലെയൊക്കെ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റുന്നതെങ്കിൽ എന്താണ്? ആ സ്ത്രീക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ടായി, അവർക്കധികം പ്രായമൊന്നുമില്ല, അതും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് അവർക്ക് ഒരു കുട്ടിയുണ്ട്, സുധിക്ക് ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങനെ പോകുന്ന ഒരു ഫാമിലിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കാര്യം ചെയ്തു. ഈ കാണുന്നവർക്ക് എന്താണ് അതിൽ സഹിക്കാൻ പറ്റാത്ത? അവർക്ക് ഈ പറയുന്ന പോലെ ഉള്ള ഭംഗി ഇല്ലെന്നുള്ളതാണോ അവരുടെ പ്രശ്നം? അല്ലെങ്കിൽ അവരുടെ അഭിനയം മോശമാണെന്നുള്ളതാണോ? എന്താണ് ഈ യൂട്യൂബേഴ്സിനൊക്കെ ഉള്ള പ്രശ്നം എന്നെനിക്കറിയുന്നില്ല. അവർക്കറിയാവുന്ന രീതിയിൽ അവർ ചെയ്യുന്നു, താല്പര്യമില്ലാത്തവർ കാണണ്ട എന്നല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ എന്താണ് കൂടുതലും ചെയ്യുന്നത്? ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളെ എടുത്ത് വെച്ച് വളച്ചൊടിച്ച് കുറേ ക്ലിപ്സും കൂടെ ആഡ് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ ഓരോന്ന് കാണിച്ചിട്ട് പലപ്പോഴും ആ ഒരു വീഡിയോ തുറന്ന് നോക്കിയാൽ കാണുന്നില്ല, ഉള്ളി പൊളിച്ചതുപോലുള്ള കാര്യങ്ങളെ കാണുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറേ അപ്പോൾ നമുക്ക് ആ ക്യാപ്ഷൻ കാണുമ്പോഴേ അറിയാം ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വ്യൂ എന്നുള്ളത് മാത്രമാണ്. കാരണം ഇത്ര മിനിറ്റിനുള്ള ഒരു വീഡിയോ അത് ഇത്ര സെക്കൻഡ് കണ്ടു കഴിഞ്ഞാൽ അതൊരു വ്യൂ ആയി മാറും. അപ്പോൾ അവർക്ക് അതേ ഉദ്ദേശമുള്ളൂ, അല്ലാതെ ഒരു കാര്യമില്ല. ഇപ്പം എല്ലാവർക്കും രേണുവിനെക്കുറിച്ചുള്ള കുറേ കുറ്റങ്ങളും അവരുടെ കുറേ കമൻസുകളും മാത്രമാണ്. അവരെ അവരുടെ വഴിക്ക് വിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടെന്താണ്, അവർ കുറേയധികം കാര്യങ്ങൾ നേടുന്നുണ്ട്, അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അതെല്ലാം ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അവർ രക്ഷപ്പെട്ടു പോകട്ടെ. അങ്ങനെയെങ്കിലും ആ ഒരു രീതിയിലെങ്കിലും ഇതുങ്ങളെയൊക്കെ കൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാകട്ടെ. എന്തായാലും അവർ നല്ല രീതിയിൽ അവർക്കെതിരെ വരുന്ന കമൻസിനൊക്കെ പ്രതികരിക്കുന്നതായിട്ടാണ് ഞാൻ ആ ഹെഡിങ്ങിൽ ക്യാപ്ഷൻസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അവരുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എന്തായാലും പൊക്കോട്ടെ, അവർക്ക് ജീവിക്കണമല്ലോ, 2 മക്കളുണ്ട്. അപ്പോൾ അവരെ അങ്ങോട്ട് വിടുക. അവരെ കാണാൻ കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, അവരുടെ അഭിനയം കൊള്ളത്തില്ലെങ്കിൽ അതും നിങ്ങൾ കാണണ്ട. എന്തെല്ലാം അതിനൊക്കെ ഒരു മര്യാദയെങ്കിലും ഉണ്ടെന്ന് പറയാം. അവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം ഒരു മര്യാദയും ഇല്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമൻസുകൾ എന്തെല്ലാം. നിങ്ങൾക്കൊക്കെ വിമർശിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് വിമർശിക്കാനായിട്ട്, അതൊക്കെ എടുത്ത് വെച്ച് വിമർശിക്കാം. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ പക്ഷേ സമൂഹത്തിന് നല്ലത് നൽകുന്ന ഒരുപാട് വിമർശനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രേണുവിനെ ഇനിയെങ്കിലും വെറുതെ വിട്ടേക്കും. എൻ്റെ അഭിപ്രായത്തിൽ അവരങ്ങനെ വലിയ സൗന്ദര്യം ഇല്ലാത്ത സ്ത്രീയൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്, അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരുടെ ഇഷ്ടം, അവരെ കാണാൻ ആളുകളുണ്ട്, അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ, അല്ലേ? ശരിയല്ലേ?